ദുരന്ത മേഖലകൾ നേരിട്ട് സന്ദർശിച്ച ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലും രക്ഷാദൗത്യം നടത്തുന്നവരെ അഭിനന്ദിച്ച അദ്ദേഹം സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി 3 കോടി നൽകുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. ഔദ്യോഗിക യൂണിഫോം ധരിച്ചാണ് അദ്ദേഹം ദുരിതം വിതച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചത്. ഉരുൾപൊട്ടലിൽ ഉള്ളുലഞ്ഞ വയനാടിന് ആശ്വാസമായാണ് മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ഔദ്യോഗിക യൂണിഫോം ധരിച്ചാണ് ദുരന്ത ഭൂമിയിലെത്തിയത്. കോഴിക്കോട് നിന്നും സൈനിക വാഹനത്തിലെത്തിയ അദ്ദേഹത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചേർന്നാണ് സ്വീകരിച്ചത്. പുഞ്ചിരിമട്ടവും ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ച മോഹൻലാൽ രക്ഷാപ്രവർത്തനത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവരെ അഭിനന്ദിച്ചു. വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് 3 കോടി നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. മുണ്ടക്കൈ LP സ്കൂൾ പുനരുദ്ധാരണം ഏറ്റെടുക്കുമെന്നും വ്യക്തമാക്കി. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മോളിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം ചെളികൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും, അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ മോഹൻലാലിനെ ധരിപ്പിച്ചു. തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി വിലയിരുത്തി. മേജർ രവിയും മോഹൻലാലിനെ അനുഗമിച്ചിരുന്നു. ജനം, വയനാട്.